ചേച്ചി ഓ എന്റെ പൊന്നെ ഞാൻ പേടിച്ചു പോയല്ലോ. എന്താ പറഞ്ഞ കാര്യം? ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് വരുമോ? ചേച്ചിയുടെ വീഡിയോയിൽ ചാലഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് ഇത്ര ഹെയർ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം ഇത്ര ഹെയർ ആയിരുന്നു. അത് നല്ല ഫോട്ടോസ് ആയതും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ എങ്ങനെയാ ചേച്ചി വളർന്നേ? എന്റെ ഹെയർ ഒക്കെ പോയി ചേച്ചി. ഓടി ഒരു കുന്തോ ഇടും. നീ ആദ്യം ബേജാറാവില്ല. അടി ഇരുന്ന വേണ്ട, എനിക്ക് ഇരിക്കൊന്നും വേണ്ട. ചേച്ചി ഇരിക്കും. ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കാം. പറ, എന്താ പ്രശ്നം? എനിക്കെന്ത് സങ്കടം വരിക. എനിക്ക് ആകെ 18 വയസ്സേ ആയുള്ളൂ. അപ്പോഴേക്കും തന്നെ എൻ്റെ മുടി ഇങ്ങനെയൊക്കെ ആയി. എന്താ ഞാൻ ചെയ്യുക ചേച്ചി? ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുടിയിൽ ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് നല്ലോണം അറിയില്ലേ. കുറേ നാൾ മുമ്പ് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരുന്നു മുടിക്ക് ആവശ്യത്തിന് വളർച്ചയോ അല്ലെങ്കിൽ വോളിയോ ഒന്നും ഇല്ലാതിരുന്നത്. കാരണം ഞാൻ വിചാരിച്ചത് ഈ പാരമ്പര്യമായിട്ടുള്ള മുടി മാത്രമേ വളരുള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ബോറടിച്ച സമയത്ത് ഹെയർ കെയറും സ്കിൻ കെയറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതുപോലെ എൻ്റെ ഹെയറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പൊ ഹെയറിന്റെ മാറ്റങ്ങളാണ് കുറെ ആൾക്കാരിലേക്ക് എത്തിയതെന്ന് മാത്രം. കാരണം ഈ ഹെയർ ഒരുപാട് ആൾക്ക് ഭയങ്കര എന്താ പറയുക കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ഓയിൽ എന്ന് പറയുന്നത് വീട്ടിൽ കാച്ചി എണ്ണയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് മുമ്പിൽ കുറെ എന്തൊക്കെയോ എണ്ണകൾ യൂസ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് നാൾ റിസൾട്ട് കിട്ടിയെന്നല്ലാണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കുവാന്നല്ലോ ഇവിടത്തേക്ക് വന്ന സമയത്ത്. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഹെയറിനെ നന്നായിട്ട് കെയർ ചെയ്തു. അത് നമ്മൾ ശരിക്കും വിചാരിക്കും നമ്മളിങ്ങനെ പുറമെ എന്തെങ്കിലും ചെയ്താൽ മാത്രം മുടി വളരുന്നു. അല്ല കേട്ടോ. ഞാൻ ഫുഡിൽ ശ്രദ്ധിച്ചു. വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് ബോട്ടിലാക്കി വെച്ചിട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അളവുണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന കാസ്റ്റർ ഓയിലും ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലും വാങ്ങിച്ചിട്ട് ഇത് മിക്സ് ചെയ്തു കേട്ടോ. ഞാൻ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇനി കുറച്ചും കൂടെ ഡയല്യൂട്ട് ആക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ കൊക്കനട്ട് ഓയിലിൽ അത് ഡയല്യൂട്ട് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായിരുന്നു എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം. ഇനി എനിക്കത് സ്യൂട്ടായി എന്ന് വിചാരിച്ചിട്ട് എനിക്കത് സ്യൂട്ടാവുന്നില്ല കേട്ടോ. നിനക്ക് ഏതെങ്കിലും എണ്ണ സ്യൂട്ടായിട്ടുണ്ടെങ്കിൽ നീ അത് മാറ്റണ്ട. അതങ്ങനെ തന്നെ വെച്ചേക്കും. ഈ കാസ്റ്റർ ഓയിലൊക്കെ പെട്ടെന്ന് മുടി വളർത്തുന്ന സംഭവമാണ്. അപ്പോൾ എനിക്ക് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഉലുവയായിരുന്നു കേട്ടോ. ഈ ഉലുവ കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഒരു മാസത്തിലൊരിക്കലൊക്കെ നീം ഇങ്ങനെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തല കഴുകുകയായിരുന്നു. കാരണം എനിക്ക് ഇച്ചിങ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ കൃത്യമായിട്ട് ഡെയിലി കുറച്ച് അണ്ടിപ്പരിപ്പും ഇത്തിരി ബദാമും ഇച്ചിരി വാൾനട്ടും അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ് പിന്നെ ഉണക്കമുന്തിരി കുതിർത്ത് വെച്ചിട്ട് കഴിക്കുകയായിരുന്നു. ഇതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അയൺ കൂടും. അത് മാത്രമല്ല നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് പോഷക കുറവുണ്ടെങ്കിലും ബ്ലഡിന്റെ കുറവുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് റീസൺ മനസ്സിലാവണം എന്തുകൊണ്ടാണ് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ പ്രോപ്പറായിട്ട് എന്നെ തന്നെ സ്നേഹിച്ചിട്ട് കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഉണ്ടായ മാറ്റാണ് ആ മുടിയിൽ നിങ്ങൾ കണ്ടത്. ഞാൻ മുടി നല്ല രീതിയിൽ വെട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നന്നായിട്ട് വളർന്നിട്ടുള്ള വരെയുള്ളത് ഒക്കെ നമ്മുടെ ചാനലില് ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ടല്ലോ. അതിൽ പോയിട്ട് ഹെയർ കെയർ ചാലഞ്ച് ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ കൂടി ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് മുഴുവൻ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ വെറുതെ ഉടായിപ്പാണ്. അങ്ങനെ മുഴുവൻ ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. കാരണം ഓരോരുത്തരുടെ സ്കിന്നും ഹെയറും ഒക്കെ മാറ്റുണ്ടാവും, ടൈപ്പ് മാറ്റുണ്ടാവും. ഇതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവും. അത് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഈ കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചാൽ എനിക്ക് സ്യൂട്ട് ആവാത്ത ഒരു കാര്യമാണെങ്കിൽ നീ അതെടുത്ത് ചെയ്യാൻ പോകരുത്. അത് പണി കിട്ടും കേട്ടോ. ഓ അങ്ങനെയുണ്ടാവും. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഉലുവ കുതിർത്ത് വെച്ച വെള്ളം ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അത് രാവിലെ വൈകുന്നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നന്നായിട്ട് മുടി വലിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുടി കെട്ടിവെക്കാത്തോ അല്ലെങ്കിൽ മുടിക്കായി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ആക്കി മുടിയിൽ നല്ലൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യും കേട്ടോ. പിന്നെ നനഞ്ഞിരിക്കുന്ന ഹെയർ ഭയങ്കര ശക്തമായിട്ട് മസാജ് ചെയ്താലും പണി കിട്ടും കേട്ടോ. ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. പിന്നെ ഇതുപോലെ ഒറ്റൊരു സംഭവം മാത്രം യൂസ് ചെയ്തിട്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഹെയറിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കി തന്നതെന്ന് വെച്ചാൽ താളിയാണ്. ചെമ്പരത്തി താളി മാത്രം യൂസ് ചെയ്തപ്പോഴും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതും ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയുമ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നും. ഞാൻ ഡെയിലി ചെമ്പരത്തി താളി യൂസ് ചെയ്യായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മുടി വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൂടെ നോക്കാം. പിന്നെ കാലാവസ്ഥ നോക്കണം. മഴക്കാലമൊക്കെ ആണെങ്കിൽ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിൻ്റെ അഭിപ്രായം പറയട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഈ കണ്ട് പറയുന്ന എല്ലാ മാസ്കും ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എണ്ണ ഒരെണ്ണ മാറ്റി മറ്റെണ്ണ മാറ്റി എത്രപാട് എണ്ണ ഞാൻ ട്രൈ ചെയ്തു എന്നറിയാം. എന്നാൽ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും മുടി പോയതല്ലേ. ഇപ്പം എക്സാമും അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ സത്യം പറഞ്ഞ സമയം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നില്ല ചേച്ചി. അസൈൻമെൻറ്റ് വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം, സ്കൂളിലേക്ക് ഓടണം, എത്രയോ പഠിക്കാനും ഇതെല്ലാം കൂടി ആകുമ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഭക്ഷണമല്ല. ഞാൻ ചിലപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എപ്പോഴും മിസ് ചെയ്യും. ലഞ്ചിനാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കാറുള്ളൂ. വെള്ളം പൊടിയുടെ കാര്യം പിന്നെ ചേച്ചിക്ക് പറയണ്ടല്ലോ. അവിടുത്തെ ബാത്റൂം തീരെ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി വീട്ടിൽ വന്നിട്ട് മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ. രാവിലെ ഒന്നും വെള്ളം കുടിക്കലേ ഇല്ല. ഇതൊക്കെ ചെയ്തിട്ടേ മുടിയൊക്കെ നന്നാക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. താങ്ക്സ് കേട്ടാ. ബൈ.